ബോക്സ് ഓഫീസിൽ വീണ്ടും മോഹൻലാൽ ചിത്രത്തിന്റെ കുതിപ്പാണ് നേരിലൂടെ കാണാൻ സാധിക്കുന്നത്. ഹൈപ്പില്ലാതെ പ്രഖ്യാപനവും പോകെ സിനിമാ വാർത്തകളിൽ നിറയുകയും ചെയ്ത ചരിത്രമാണ് നേരിന്റേത്. സമീപകാലത്തെ സിനിമാ തെരഞ്ഞെടുപ്പുകൾ കാരണം മോഹൻലാലിനോളം വിമർശനവും അത് ഒരു പടി കൂടെ കടന്ന് അധിക്ഷേപങ്ങളും ലഭിച്ച മറ്റൊരു താരമുണ്ടോ എന്ന് പോലും സംശയമാണ്. ദൃശ്യം സിനിമ ഇറങ്ങിയതിന്റെ 10ാം വർഷത്തിൽ അതേ നായകനും സംവിധായകനും നിർമ്മാണ കമ്പനിയും വീണ്ടും ഒന്നിക്കുന്ന നേര് ഒരേ സമയം തന്നെ അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും തിരക്കഥയുടെ കിട്ടിർപ്പ് കൊണ്ടും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന മോഹൻലാൽ എന്ന നടന്റെ വരവ് കൂടിയായി മാറുന്നുണ്ട് നേര്. ഓരോ ജീത്തു ജോസഫ് സിനിമകളും റിലീസിനെത്തുമ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് ആ ചിത്രങ്ങളെ സമീപിക്കാറുള്ളത്. ത്രില്ലർ സിനിമകളിൽ സംവിധായകന്റെ കൈയടക്കം തന്നെയാണ് ഇതിനുള്ള കാരണം. എന്നാൽ നേരിന്റെ റിലീസിന് മുൻപ് തന്നെ തന്റെ മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ സസ്പെൻസോ ട്വിസ്റ്റുകളോ ഒന്നുമില്ല എന്ന് ജീത്തു ജോസഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തുടർ പരാജയങ്ങൾ നേരിട്ട മോഹൻലാലിന്റെ ചിത്രം വലിയ വിജയം നേടുന്ന കാഴ്ചയാണ് ഇന്നലെ റിലീസിന് കാണാനായത്. കേരള ബോക്സ് ഓഫീസിൽ റിലീസ് കളക്ഷനിൽ മോഹൻലാലിന്റെ നേര് ഏതാണ്ട് 3 കോടി രൂപയ്ക്ക് അടുത്ത് നേടിയേക്കുമെന്നാണ് തുടക്കത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നിന്ന് മാത്രം റിലീസ് ദിവസത്തെ കളക്ഷൻ പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാക്നിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2,80,00,000 രൂപയാണ്. മറ്റൊരു പ്രമുഖ അനലിസ്റ്റുകളായ വോട്ട് ദ ഫസ്റ്റ് സൂചിപ്പിക്കുന്നത് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ റിലീസിന് നേടിയത് 2,23,00,000 രൂപയാണ്. മികച്ച റിവ്യൂകൾ ലഭിച്ചതിനാൽ രാത്രി ഷോകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നും അത് ബോക്സ് ഓഫീസിൽ കാര്യമായി പ്രതിഫലിക്കുമെന്ന സൂചനയും വാട്ട് ദ ഫസ്റ്റ് നൽകുന്നുണ്ട്. എന്തായാലും ബോക്സ് ഓഫീസിലും മോഹൻലാലിന്റെ തിരിച്ചുവരവായി മാറുകയാണ് ജീത്തു ജോസഫിന്റെ നേര്. മോഹൻലാൽ വക്കീൽ വേഷത്തിലെത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒന്നാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ. വക്കീലായി മിന്നും പ്രകടനമാണ് മോഹൻലാൽ ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന് നേര് കണ്ടവർ അഭിപ്രായപ്പെടുന്നു. കഥാപാത്രമായി മാറിയ മോഹൻലാലിനെ കുറെ കാലത്തിന് ശേഷം കാണാൻ കഴിയുന്നു എന്നതാണ് നേരിന്റെ പ്രത്യേകത. ആത്മവിശ്വാസമില്ലാത്ത വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രം പിന്നീട് വിജയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നതാണ് നേരിന്റെ ആകാംക്ഷ നിറഞ്ഞ ഘടകം. ഒരു മോഹൻലാൽ ചിത്രമായിരിക്കുമ്പോഴും കൂടെ എത്തിയ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനാകുന്ന ചിത്രം കൂടിയാണിത്. അനശ്വര രാജിന്റെയും സിദ്ദിഖിന്റെയും കൂടി ചിത്രമാണ് നേര്. അനശ്വരയുടെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രമാണ് നേരിലെ സാറ എന്ന് തന്നെ പറയാം. സാറയായി മറ്റൊരു താരത്തിനെയും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ അനശ്വര തന്റെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. ജീത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പ്രിയാമണി, നന്ദു, ദിനേശ് പ്രഭാകർ, ശങ്കർ ഇന്ദുചൂടൻ, മാത്യു വർഗീസ്, കലേഷ്, രമാദേവി, കലാഭവൻ, ജിൻഡോ, രശ്മി അനിൽ, ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലെത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.